നിന്നോട് സൈറ്റിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഓഫീസ് വർക്കല്ലേ തന്നിരിക്കുന്നത്? ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാനിങ്ങോട്ട് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നിനക്ക് പറഞ്ഞിട്ടുള്ള ജോലി നീ ചെയ്താ മതി. അല്ലാതെ അതിനപ്പുറം സൈറ്റിൽ വന്ന് ആരെ നിയന്ത്രിക്കാനൊന്നും ശ്രമിക്കണ്ട. പോയി ചുടുവെല്ലെടുത്തിട്ട് വേണോ? ഈടോ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഒന്ന് പോടോ. പോയി എടുത്തോണ്ട് വേണോ? എന്നാ പിന്നെ അനുസരണയുള്ള ഭൃത്യന്മാര് അവര് പറയുന്ന കേട്ട എല്ലാം ചെയ്യാട്ടോ. ഞങ്ങൾക്ക് പൈസ ആരാണോ തരുന്നത് അവര് പറയുന്നതല്ലേ ഞങ്ങൾ കേൾക്കേണ്ടത്. പിന്നെ എന്തിനാണ് സാറേ സാർ ഇവിടെ കിടന്ന് കറങ്ങുന്നത് പോവാതെ? മാറണോ അങ്ങോട്ട്? അയാൾ പോവാ. എങ്ങോട്ടാടോ നീ ഇങ്ങനെ വായി നോക്കി നടക്കുന്നത്? സാറന്മാര് വന്ന സമയത്ത് തന്നെ നീ മുങ്ങിക്കൊള്ളണം. നല്ല പണിക്കാരൻ. അവരാരും അല്ല നിനക്ക് ജോലി തന്നെ, ഞാനാ. അത് ഓർത്തോണം നീ. പോയി ആ കല്ല് ചുമന്നോണ്ടിട്ടോ. വേഗം ആവട്ടെ. അതെടുത്ത് ഇയാളെ തലയിലോട്ട് വെച്ചു കൊടുക്കടോ. ചുമ്മാട്ട് വയ്ക്കടോ. ഇത് അവനല്ലേ ആ സാഗർ? ഓ, മുഖം ചുറ്റിക്കൊണ്ട് നിൽക്കുന്നു. കൊണ്ട് പോടോ അങ്ങോട്ട്. ഒന്ന് വേഗം കൊണ്ട് പോടോ. യവനെയൊക്കെ പണിക്ക് വെച്ച എന്നെ വേണം പറയാൻ. നടക്കുന്നുണ്ടില്ലേ? മോൻ കാണിക്കടാ, മോൻ കാണിക്കടാ.
കൊള്ള റാസ്കൽ. എന്താ സാറാ ഇത്? ആരോട് ചോദിച്ചിട്ടാ ഇവനെ വർക്ക് സൈറ്റ് കയറ്റിയത്? പണിക്കാരെ സാധാരണ വയ്ക്കാൻ അനുമതി തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ടെന്ന് കരുതി എന്റെ കുടുംബത്തെ കരുതേച്ച ഇവനെയാണോ താൻ വച്ചത്? നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ വർക്ക് സൈറ്റ് കയറാൻ? കമലേശ്വരത്തെ വർക്ക് സൈറ്റ് ആണെന്ന് അറിഞ്ഞിട്ടല്ല കയറിയത്. ചന്ദ്രമേശ്രീ പറഞ്ഞപ്പോ കയറിയെന്നേ ഉള്ളൂ. ഇനി നിന്നിവിടെ കണ്ടുപോരുത്. ഇവനെന്റെ കുടുംബം തകർത്തവനാ. അങ്ങനെയുള്ള ഒരുത്ത ഞങ്ങളുടെ പണം കൊണ്ട് തിന്ന് കൊഴുക്കട്ട. പണി ചെയ്തിട്ടല്ലേ ഉണ്ണി സാറേ ഞാൻ പൈസ മേടിക്കുന്നത്. നീ വേറെ എവിടെയും പോയി പണിയടാ. ഇവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുകളിൽ നിന്ന് പാറക്കല്ലെടുത്ത് ഞാൻ ഇവിടെ തലയിലിട്ടേനാ. നന്ദി കെട്ടവനെ, നിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് മേക്കേണ്ട തന്നെ നീ തേച്ചിലടാ. എന്നിട്ട് നിനക്ക് ഞങ്ങളുടെ വർക്ക് സൈറ്റിൽ തന്നെ കയറി മേയണം അല്ലടാ. സാറേ, ഞാനൊരു പണിക്കാരനെ വച്ചിട്ടുണ്ടെങ്കിലേ അയാളെ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിലേ ദേ ഇപ്പൊ അങ്ങോട്ട് പോയ മേഡം എഞ്ചിനീയർ സാറും പറയണം യവൻ വേണ്ടാന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ താൻ കേക്കില്ലല്ലോ. വീട് സാറേ, ചിലപ്പോ കേട്ടില്ല എന്നും വരും. കേൾക്കണ്ടെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. അത് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. അത് ശരി. എന്നാ നിന്റെ മാഡോ എഞ്ചിനീയറും ഒക്കെ ഇവനെവിടെ വയ്ക്കാൻ പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഡോ, എന്താടോ ഇതൊക്കെ? ഞാൻ അയാളുടെ പെങ്ങളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ, അത് ശരി. നീ സ്നേഹിച്ച് കെട്ടിയതാണോടാ? അതോ ആ കൊച്ചു നിന്നോടൊപ്പം ഒളിച്ചോടി വന്നതാണോ? അതെ. എന്തിനാടാ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്തേ? എന്റെ പണി കൂടി നീ കളയിക്കുമല്ലോടാ. ഇവിടെ പോയി പണിയെടുക്കണ്ട. ഓരോരുത്തന്മാര് വന്നോളും നശിപ്പിക്കാനായിട്ട്. അയാൾ പോയില്ലേ? നിന്നോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞില്ലേ ഉണ്ണി? ഞാൻ പോവാം. ഇവിടെ എനിക്കാണല്ലോ അയിത്തുള്ളത്. എന്റെ പെങ്ങളെ പറഞ്ഞു മയക്കി കൂട്ടിക്കൊണ്ടു പോയവന് ഇവിടെ പണി കൊടുക്കാം എന്ന് വെച്ചാ അവനും നിങ്ങളുമായിട്ട് നേരത്തെ അടുപ്പമുണ്ടായിരുന്നല്ലോ. നിർത്ത. നീ എന്തൊക്കെയാ പറയുന്നത്? ഓ, ഒന്നും അറിയത്തില്ല. നിങ്ങൾ അറിയാതെയാണോ അവൻ ഇതിനകത്ത് ജോലി കയറിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറയടോ. എന്നാലല്ലേ മാഡത്തിന് എന്താണെന്ന് അറിയാനൊക്കൂ. ഇനി ഒന്നും തെളിച്ചു പറയാനില്ല. നിങ്ങൾ പോയി നോക്ക്, അവിടെ ഉണ്ട് മേക്കേട്ടൻ നഞ്ച താണി തറച്ചവൻ. സാർ അറിഞ്ഞായിരുന്നോ അവൻ ഇതിനകത്ത് കയറിയത്? അറിഞ്ഞില്ല. ഇവിടെ മെക്കാട് പണിക്കാരെയൊക്കെ വയ്ക്കുന്നത് മെയിൻ മേസ്ത്രി തന്നെയാണല്ലോ. പിന്നെ സൂപ്പർവൈസറായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. അയാളും ഒന്നും പറഞ്ഞില്ല. അവൻ എന്ത് പണിയാ ഇവിടെ ചെയ്യുന്നത്? പണിയൊന്നും എളുപ്പ പണിയല്ല. എങ്കിലും അവൻ ഈ സൈറ്റിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. അവൻ പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കാൻ എടുക്കാനാണെന്നാ കേട്ടത്. നിങ്ങളെ ആണല്ലോ അവൻ പറഞ്ഞു മയക്കിയത്. അതിനുശേഷം എന്റെ പെങ്ങളെ കട്ടുകൊണ്ടുപോയി. പക്ഷേ ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളും അയാളും തമ്മിൽ ഇപ്പോഴും ഇടപാടുണ്ടെന്നാ. വേണ്ടാത്തത് പറഞ്ഞുണ്ടല്ലോ. ബന്ധം നോക്കാതെ നിന്റെ കരണത്തടിക്കും ഞാൻ. അടിച്ചോ. എന്നാലും പറയാനുള്ള ഞാൻ പറഞ്ഞിരിക്കും. മനഃപൂർവ്വം എന്നെ അമ്മയെ മേക്കേണ്ടൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ. മാഡത്തിന് അറിയില്ലെന്ന് പറഞ്ഞില്ലേടോ. പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? സംസാരിക്കാതെ പിന്നെ ഇവര് ചെയ്ത തെറ്റിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? ഇവരുടെ ശമ്പളം പറ്റുന്നത് നിങ്ങൾക്കത് പറ്റുമായിരിക്കും. പിന്നെ താൻ ശമ്പളമല്ലാതെ പുളുങ്കുരുവാണോ മാസാമാസം എണ്ണി വാങ്ങിക്കുന്നേ? എടോ, സാർ വാ.
അവളെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കൈഴോ നോക്കോ, നോണം കെട്ടവള. എടാ, അവര് വരുന്നതിന് മുമ്പ് നോക്കി നിൽക്കാതെ നോക്കടാ, വെറുതെ എന്നെ പറയിപ്പിക്കാതെ. മേസ്ത്രി, ഞാൻ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്, ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. നീ ഓരോരോ തോന്നിവാസം ചെയ്തു വെച്ചിട്ട് എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ, നീ ശരിക്കൊന്ന് ശ്രമിച്ചാ നിനക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ കയറാം. എന്തായാലും നീ എന്റെ സഹായം ഇനി പ്രതീക്ഷിക്കണ്ട, വേഗം പോകാൻ നോക്ക്. ചോദിച്ചിട്ടാ ഇവനെ ഇതിനകത്ത് കയറ്റിയത്? ഉണ്ണിസാറ് പറഞ്ഞപ്പോഴാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഒരു പരിചയക്കാരൻ മുഖാന്തര ഇവൻ എന്റെ അടുത്ത് വന്നത്. ഇന്നലെ ഇന്ന് 1-2 പണിക്കാർ വന്നിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ കയറിക്കോട്ടെന്ന് വിചാരിച്ചു. ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഇപ്പോഴാ മനസ്സിലായത്. കമലേശ്വരത്തെ വർക്ക് സൈറ്റ് എന്ന് കരുതിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയിപ്പോ നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചെന്നും പറഞ്ഞ് വേണ്ടാത്ത ആരോപണങ്ങളാ മാഡത്തിന്റെ മേൽ ഉണ്ണി ചുമത്തിയത്. ഉള്ള പണി പോയി, ചെയ്യാത്ത കുറ്റത്തിന്. നീ കുറ്റം ചെയ്തോ ഇല്ലയോന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. നിന്റെ കൈകൾ ശുദ്ധമാകാതെ തോമസ് സാറ് പോലും നിനക്ക് ജോലി തരത്തില്ല, പിന്നെ ഞാൻ തരണോ? കൊടുക്ക് കൊടുക്ക്, കഞ്ചാവ് കേസിലെ പ്രതിയല്ലേ, അങ്ങനെയുള്ളവരെ തന്നെ വർക്ക് സൈറ്റിൽ കയറ്റണം. എന്നിട്ട് മാന്യമായി ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കുകയും വേണം. കൊള്ളാം. മാന്യമായി ജോലി ചെയ്യാത്ത എല്ലാവരെയും ഞങ്ങൾ ഒഴിവാക്കിയിരിക്കും. ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കില്ല. അത് ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും പേരിൽ പോലും. ഇവന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഇവനോട് പോവാൻ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ചേട്ടാ, ഇവൻ എത്ര ദിവസം നിന്നു വെച്ചാ അതിന്റെ ഇരട്ടി കൂലി കൊടുത്തുട്ടേക്ക്. ഇരട്ടി കൂലിയൊന്നും വേണ്ട, ഇന്നലത്തെ കൂലി തന്നായിരുന്നു. ഇന്നിപ്പോ പണി തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇന്നത്തെ കൂലിയൊന്നും വേണ്ട. അങ്ങനെ ആരും സൗജന്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇല്ലടാ. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ഞാനും മഞ്ജുവും ഓരോരോ പണിക്കിറങ്ങി പുറപ്പെട്ടത്. അവിടെയും രക്ഷയൊന്നുമില്ല. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ഓടാ പോ. പോകുന്ന പോക്ക് കണ്ടില്ലേ? ഉണ്ണി, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ജീവിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ജോലിക്ക് പോവാ നിന്റെ പെങ്ങള്. അവളെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യട്ടെ, അത് അവളുടെ വിധി, അവള് പിടിച്ചു വാങ്ങിയ വിധി. അതിപ്പോ തന്റെ പെങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ണി, താനും തന്റെ പെങ്ങളുടെ മുൻ ഭർത്താവുമെല്ലാം അത്യാവശ്യം തെറ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിലാണല്ലോ. അതിനെയൊക്കെ ന്യായീകരിക്കണം, ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തണം. ഓ, അവനെ പറഞ്ഞു വിട്ടെന്റെ വിഷമം കാണും. ചേട്ടാ, ആരാ ചേട്ടാ അവനെ പണിക്ക് വെച്ചത്? അത് ഞാനാ. എന്റെ അറിവോടെയാണോ വെച്ചത്? അല്ല, ഒരിക്കലും അല്ല.
സാധാരണ മെക്കാട് പണിക്കൊക്കെ ആൾക്കാരെ ഞാൻ തന്നെയാണല്ലോ ഉണ്ണി സാറെ വയ്ക്കുന്നത്. ഓ, ഉണ്ടച്ചോന്ന് നന്ദി കാണിക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറയത്തുള്ളൂ എന്ന് അറിയാം. എന്ത് ചെയ്യാനാ മാഡം, അവന്റെയൊക്കെ മനസ്സിനകത്ത് മറ്റുള്ളവരെ കുറിച്ച് ചില ധാരണകളുണ്ട്. അതൊന്നും മാറ്റാൻ അവരൊന്നും തയ്യാറുമില്ല. നമ്മൾ മാറ്റാനും ശ്രമിക്കണ്ട സാറേ. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാ? ചേട്ടാ, ഓ ഇനി ആരെങ്കിലും പണിക്ക് വെക്കുമ്പോ അവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അറിഞ്ഞിട്ട് വേണം വെക്കാൻ. ശരി അല്ലാതെ പെട്ടെന്നൊരാൾ വന്ന് പണി വേണമെന്ന് പറയുമ്പോ അവരെ എടുത്ത് വെക്കരുത്. ശരി കേട്ടോ? ശരി മാഡം. സാർ വാ. സാഗറിനെ ഞാൻ അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി അവരോട് സംസാരിച്ചപ്പോഴാ മറ്റൊരു വിവരം കൂടി അറിഞ്ഞത്. അവളുണ്ടല്ലോ മഞ്ജു, അവളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുക. അപ്പോ അതുവരെ എത്തി കാര്യങ്ങളല്ലേ? അതെ, ജീവിക്കാൻ വേണ്ടി അവളും സാഗറും പെടാപാട് പെടുക. അതുകൊണ്ടാണല്ലോ ചെയ്യാത്ത പണിയൊക്കെ അവൻ ചെയ്യാൻ വന്നത്. ഉള്ള മണ്ണും കട്ടയൊക്കെ ചോന്ന് അവന്റെ കയ്യിലെ തഴമ്പ് പൊട്ടിക്കാണും. നിനക്കറിയാലോ നിന്റെ പെങ്ങളെ. എടാ, അവള് സമ്പന്നതയുടെ നടുവിലാ ജനിച്ചത്. അന്ന് തൊട്ട് അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ അടുത്ത ആളുണ്ടായിരുന്നു. എടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവള് പറയുന്നതൊക്കെ ഞാൻ അവക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഉള്ള ജോലി പോയ സാഗർ എങ്ങനെ അവളെ പോറ്റാനാ? അതുകൊണ്ടാ രണ്ടും കൂടി ഇപ്പൊ ചെയ്യാത്ത പണിയൊക്കെ ചെയ്യുന്നത്. ഇനി ഏതായാലും നമ്മുടെ വർക്ക് സൈഡിൽ അവൻ കയറില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമെന്ന് അറിയില്ല. ചെയ്യട്ടാ, ചെയ്യട്ടെ. അവിടെ ഞാൻ കടന്നു കയറിക്കോളാം. എന്നിട്ട് അവൻ പണി ചെയ്യുന്ന സ്ഥലത്തെ തൊഴിലാളികളെ കയ്യിലെടുത്ത് അവന്റെ കാര്യം ഞാൻ തീരുമാനാക്കിക്കൊള്ളാ. കെട്ടിടത്തിന്റെ മുകളിലാണ് അവൻ പണി ചെയ്യുന്നെങ്കിൽ അവിടുന്ന് അവനെ തള്ളിയിടാൻ പറഞ്ഞോളാം. പിന്നെ മഞ്ജുവിന്റെ കാര്യം, അവളും ഇനി അധികകാലം ആ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യില്ല. അവിടുന്ന് നമുക്ക് അവളെ പറപ്പിക്കടാ മോനെ. ഈ നാട്ടില് എടാ ഞാൻ അറിയാത്ത ടെക്സ്റ്റൈൽസ് ഇല്ലടാ മോനെ. നേരത്തെ കണ്ണന്റെ ജ്വല്ലറിയിലെ മാനേജർ ആയിരുന്നുകൊണ്ട് സകല ജ്വല്ലറി ആയിട്ടും ടെക്സ്റ്റൈൽസുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് അവള് ഞാൻ പുകച്ചോളാടാ. ജീവിക്കാൻ കഴിയാതെ അവള് വന്ന് മേഘന്റെ കാൽക്കിൽ വീഴണം. അതാണ് എന്റെ ആഗ്രഹം. കണ്ണന്റെ സ്വത്തുക്കള് നമ്മള് മൂന്നാളും കൂടി പകുത്തെടുക്കാമെന്ന ആഗ്രഹിച്ചത്. ഒരു പങ്ക് നിനക്ക്, വേറൊരു പങ്ക് മഞ്ജുവിന്, അവസാനത്തെ പങ്ക് എനിക്ക്. അതങ്ങനെ തന്നെ പോയാ മതി. അതിന്റെ ഇടയ്ക്ക് മേഘയുടെ പോരത്തേക്ക് ചെലവിന് കൊടുക്കുന്നില്ലേ? എടാ മോനെ, നീയും ഞാനും ഒത്ത് പല വേലത്തരങ്ങളും ഒപ്പിച്ചിട്ടുണ്ട്. നിന്റെയും എന്റെയും കല്യാണത്തിന് മുൻപ്. അത് നീ മറക്കരുത് കേട്ടോ. പക്ഷെ എടാ, ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ആ ശരി ശരി, ഇനിയിപ്പോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മേഘേട്ടൻ എത്രയും പെട്ടെന്ന് സാഗറിനെയും അവളെയും വേർപിരിക്കാൻ നോക്ക്. സാഗറിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് കണ്ണേട്ടനോ അയാളുടെ കെട്ടിയോളും കൂടെ അവനെ വീണ്ടും ഫിനാൻസിയസിൽ കയറ്റിയ അതിന്റെ പിന്നാലെ മഞ്ജുവും കയറും. പിന്നെ അവരെല്ലാരും കൂടെ ഒന്നിച്ച് നിൽക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കില്ല. അത് ഓർമ്മ വെച്ചോ.
സാഗറിനോട് കണ്ണേട്ടനേക്കാളും ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അവനെ പറഞ്ഞു വിട്ടപ്പോ ശരിക്കും വിഷമം തോന്നി. മെക്കാട് പണിക്ക് വന്ന ഒരുത്തനെ പറഞ്ഞുവിടേണ്ട കാര്യമില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനല്ലേ വന്നേ. പക്ഷെ ഉണ്ണി അവിടെ ഉള്ളോണ്ട് എനിക്ക് ആ കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. അവനെ ഭയന്നിട്ടോ? അവനെ ഭയന്നിട്ടൊന്നുമല്ല. തോമസ് സാർ അവനെ പിരിച്ചുവിട്ടത് അവൻ തെറ്റ് ചെയ്തോണ്ടാ. അതുപോലെ തന്നെ കഞ്ചാവ് കേസിലെ പ്രതിയായ ഒരുത്തനെ നമ്മുടെ സൈറ്റിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവനിപ്പോ ചെയ്യുന്ന പണി എവിടെ പോയാലും കിട്ടുമല്ലോ. എന്തൊരു ഗതിയുടെ മഞ്ജുന്റെ. അവള് സെയിൽസ് ഗേളായിട്ട് പോയി സാഗർ കൂലിപ്പണിക്കും. മഞ്ജുന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ കണ്ണേട്ടാ.